മീൻ വിവാദത്തിൽ എന്തായാലും കൈപൊള്ളിയിരിക്കുകയാണ് സി ദിവാകരൻ. മുഖ്യമന്ത്രിയുടെ മത്സ്യവിഭവത്തോടുള്ള പ്രിയം സൂചിപ്പിച്ച് നടത്തിയ പരാമർശമാണ് വിവാദത്തിന് വഴിവെച്ചത്. ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ പോയപ്പോഴുള്ള അനുഭവം എന്ന രീതിയിൽ പറഞ്ഞ പരാമർശത്തെ അദ്ദേഹത്തെ മകൻ തന്നെ തള്ളിപ്പറഞ്ഞു. പിന്നാലെ CPIM നേതാക്കളും. ഇതോടെ പറഞ്ഞതെല്ലാം ഒരു കൗതുകമായി കണ്ടാൽ മതിയെന്ന വിശദീകരണവുമായി സി ദിവാകരൻ രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് വാചാലനായ സി ദിവാകരൻ ഒടുവിൽ പുലിവാലു പിടിച്ചു. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഉച്ചഭക്ഷണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടായ അതൃപ്തിയെക്കുറിച്ച് പറഞ്ഞാണ് സി ദിവാകരൻ തുടങ്ങിയത്. ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ അവിടെ വിളമ്പിയ വറുത്ത മീൻ കഷ്ണം അമർത്തി പരിശോധിച്ച ശേഷം ഇത് ഏത് മീനാണെന്ന് പിണറായി ചോദിച്ചുവെന്നും ചൂരമീനാണെന്നറിഞ്ഞപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നുമായിരുന്നു ദിവാകരൻ പറഞ്ഞത്. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയെന്നും പറഞ്ഞുവച്ചു. ഈ സംഭവത്തെ തുടർന്ന് അന്നത്തെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അച്ചടക്ക നടപടി ഭയന്നു. അടുത്ത ദിവസം വലിയ നെയ്മീൻ വാങ്ങാൻ താൻ നിർദ്ദേശിക്കുകയായിരുന്നു. പാറശാലയിലെ ക്യാമ്പ് ഹൌസിൽ വെച്ച് നെയ്മീൻ കറിവെച്ചും വറുത്തും നൽകിയപ്പോൾ പിണറായി അത് ആസ്വദിച്ചു കഴിച്ചു. മീൻ വിഭവങ്ങൾ എ ക്വാളിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധമാണെന്ന് കൂടി പറഞ്ഞതോടെ പരാമർശം പൊള്ളിക്കുന്ന വിവാദ വിഷയമായി. ദിവാകരൻ പറഞ്ഞത് തെറ്റായ കാര്യങ്ങളാണെന്ന് ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ ഫേസ്ബുക്കിൽ കുറിച്ചു. പരാമർശം ഓർമ്മക്കുറവ് മൂലമാകാമെന്ന് വി ശിവൻകുട്ടിയും തിരുത്തി. ചിലപ്പോൾ ഓർമ്മിക്കാത്ത പറഞ്ഞായിരിക്കും. അതൊരു പുസ്തകമാകുമ്പോൾ ഒരു എരിയും പുളിയൊക്കെ വേണ്ടി. വാക്കുകൾ കൈവിട്ടുപോയതോടെ വിശദീകരണവുമായി സി ദിവാകരൻ തന്നെ രംഗത്ത് വന്നു. താൻ നടത്തിയ പരാമർശങ്ങൾ വെറും കൗതുക വാർത്ത മാത്രമാണെന്നും അതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നും മയപ്പെടുത്തി. LDF ജാഥയിൽ പിണറായി വിജയനോടൊപ്പം വൈസ് ക്യാപ്റ്റനായി പ്രവർത്തിച്ച കാലത്തെ തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് പങ്കുവച്ചതെന്നും സി ദിവാകരൻ പറഞ്ഞു. ഞാൻ പറയാനുള്ളത് എന്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. സഖാവ് പിണറായി വിജയന്റെ കൂടെ ജാഥയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് സഞ്ചരിച്ച ഒരാളാണ്. അദ്ദേഹത്തിനോടൊപ്പം എത്രയോ രാത്രികളും പകലും ഞാനുണ്ടായിരുന്നു. ഇതൊരു കൗതുക വാർത്തയായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ ഒരു വിവാദമാകേണ്ട ഒരു കാര്യമില്ല. വിവാദ പരാമർശങ്ങളിലൂടെ നിരന്തരം പാർട്ടിയെ വെട്ടിലാക്കിയ സി ദിവാകരന്റെ ഇപ്പോഴത്തെ പരാമർശം കൗതുക വാർത്തയായി മാത്രം കണ്ട് നിസ്സാരവൽക്കരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIക്കും CPIMനും കഴിയില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, ലേശം കൗതുകം കൂടി പോയോ എന്നുള്ളതാണ്. എന്തായാലും കൗതുക വാർത്ത എന്ന് മാത്രമായിട്ട് ഇതിൽ ഒതുങ്ങുമോ, അതോ ഇതൊരു വിശദീകരണത്തോടെ വിവാദം അവസാനിച്ചെന്ന് കാണാൻ കഴിയുമോ? ശ്രുതി, ഇതിനൊരു വെറുമൊരു കൗതുക വാർത്തയായി കാണേണ്ടതില്ല. കാരണം സി ദിവാകരൻ കുറെ കാലമായി CPI നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. പ്രായപരിധിയുടെ പേരിൽ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം പലവട്ടം CPI നേതാക്കൾക്കെതിരെയും CPIM നേതാക്കൾക്കെതിരെയും ഇത്തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇന്ന് കുറച്ച് മയപ്പെടുത്തിയെങ്കിലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നേരിട്ട് അനുഭവമുള്ള എന്നേക്കാൾ കൂടുതൽ ആനത്തലവട്ടം ആനന്ദന്റെ മകന് ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടാവില്ലല്ലോ എന്ന മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അത് പണ്ട് ഒരു യാത്ര നടത്തിയപ്പോൾ പിണറായി വിജയൻ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനായി CPIയുടെ അന്നത്തെ നേതാവായിരുന്ന മുൻ മന്ത്രിയായിരുന്ന സി ദിവാകരനും ജാഥ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഭക്ഷണം കൊടുത്ത സമയത്ത് ചൂരം മീനിൽ തൊട്ടുനോക്കി മുഖ്യമന്ത്രി. എന്നിട്ട് സി ദിവാകരനോട് ഇത് ഏത് മീനെന്ന് ചോദിച്ചപ്പോൾ ചൂര എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയി. പിന്നീട് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സത്യശീലൻ പാളയം മാർക്കറ്റിൽ വെളുപ്പിന് 5 മണിക്ക് വന്ന് നെയ്മീൻ വെച്ച് കൊണ്ടുപോയി പിണറായി വിജയന് കൊടുത്ത സമയത്താണ് പാർട്ടി നടപടി അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്ന് പോലും സത്യശീലൻ പേടിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അന്ന് പിണറായി നല്ല ഇഷ്ടത്തോടെ അത് കഴിച്ചപ്പോഴാണ് ആ ടെൻഷൻ മാറിയത് എന്ന് പറയുമ്പോൾ അതിൽ കൗതുകമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ശ്രുതി പറഞ്ഞതുപോലെ ലേശ കൗതുക കൂടുതൽ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.